നമസ്കാരം. ഋഷിപ്രോക്തം ചാനലിലേക്ക് ഏവർക്കും ഹൃദ്യമായ സ്വാഗതം. മേൽപ്പത്തൂർ രചിച്ചത് എന്ന് കരുതപ്പെടുന്ന ഒരു അതിവിശേഷപ്പെട്ട ശ്ലോകത്തെയാണ് ഇന്ന് നിങ്ങൾക്കായിട്ട് പരിചയപ്പെടുത്തുന്നത്. കൃഷ്ണഭക്തി നിറഞ്ഞു നിൽക്കുന്ന ഒരു അമൃത ശ്ലോകം, മനസ്സിന് ശക്തിയും ശാന്തിയും നൽകുന്ന ഒരു ദിവ്യ മന്ത്രം. അതാണ് നാം ഇന്ന് പരിചയപ്പെടുത്തുന്നത്. ചെറിയൊരു വീഡിയോ ആണ്, വീഡിയോ അവസാനം വരെ കാണുക. കാലാതീതമായ ധർമ്മത്തിന്റെ നിശബ്ദതയിൽ, ഹിമാലയ ശൃംഗങ്ങളുടെ സമാധാനത്തിൽ ഋഷിമുനികൾ ശ്രുതികളായി കേട്ട സത്യങ്ങൾ ഇന്നും നമ്മളുടെ മനസ്സിനെ സ്വാധീനിക്കുന്നു. അത് നമ്മുടെ മനസ്സിനെയും ജീവിതത്തെയും നയിക്കുന്നു. മനസ്സിന്റെ ആഴങ്ങളിൽ അലകൾ ഉയരുമ്പോൾ ഭയം, ആശങ്ക, ക്ഷീണം എന്നിവ നമ്മുടെ മനസ്സിനെ പിടിച്ചുലയ്ക്കുമ്പോൾ ഒരു നാമം, ഒരു ശ്ലോകം നമ്മെ രക്ഷിക്കാനായി എത്തുന്നു. അതാണ് ഇന്നത്തെ ശ്ലോകം. അതുതന്നെയാണ് ശ്രീകൃഷ്ണ ഭഗവാന്റെ ഒരു ദിവ്യ സ്മരണ. മേൽപ്പത്തൂർ നാരായണ ഭട്ടതിരിപ്പാട് രചിച്ചത് എന്ന് കരുതപ്പെടുന്ന ശ്ലോകമാണിത്. നമുക്ക് ആ ശ്ലോകം ഒന്ന് പരിചയപ്പെടാം. ശ്ലോകം ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ നിങ്ങൾക്കായിട്ട് എഴുതിയിടാം, അത് നോക്കി പഠിക്കാവുന്നതാണ്. ഓം കൃഷ്ണോ രക്ഷതു മാം ചരാചര ഗുരു, കൃഷ്ണം നമസ്യോ സദാ, കൃഷ്ണൈരേവ സുരക്ഷിതോഹമസകൃൽ, കൃഷ്ണായ ദത്തം മനഃ, കൃഷ്ണോ ദേവ സമുദ്ഭവോ മമ വിഭോ, കൃഷ്ണസ്യ ദാസോസ്മ്യഹം, കൃഷ്ണേ ഭക്തിരചഞ്ചലാസ്തു ഭഗവൻ, ഹേ കൃഷ്ണ തുഭ്യം നമഃ. ഈ ശ്ലോകം വെറും വാക്കുകൾ മാത്രമല്ല, ഇത് ആത്മാവിന്റെ സമർപ്പണമാണ്. ഇതിന്റെ അർത്ഥതലങ്ങൾ കൂടി നമുക്കൊന്ന് പരിശോധിക്കാം. ചരാചര ഗുരുവായ കൃഷ്ണൻ നമ്മെ രക്ഷിക്കട്ടെ. സർവസൃഷ്ടിയുടെയും ആധാരം കൃഷ്ണൻ തന്നെയാണ്. ഞാൻ എപ്പോഴും കൃഷ്ണനെ നമസ്കരിക്കുന്നു. ഭക്തിയുടെ ഒരു നിരന്തര പ്രവാഹം, അതിൽ കൃഷ്ണൻ എന്നെ സംരക്ഷിക്കുന്നു. ഭയം മാറുന്ന ഒരു വിശ്വാസം. എൻ്റെ മനസ്സ് കൃഷ്ണനിൽ സമർപ്പിതമാണ്. മനസ്സിന്റെ ഏകാഗ്രത, അതിലൂടെ ഞാൻ കൃഷ്ണന്റെ ദാസനാണ്. അഹങ്കാരത്തിന്റെ നാശം അപ്പോൾ എനിക്കുണ്ടാകുന്നു. അങ്ങനെ കൃഷ്ണനിൽ അചഞ്ചല ഭക്തി എന്നിൽ ഉണ്ടാകട്ടെ. ആത്മശാന്തതയിലേക്ക് ഒരു വഴികാട്ടിയാകട്ടെ. അനന്യ ചിന്തയെന്തോ മാം യേ ജനാഹ പര്യുപാസതേ, തേഷാം നിത്യാഭിയുക്താനാം യോഗക്ഷേമം വഹാമ്യഹം. എന്നെ മാത്രം ചിന്തിക്കുന്ന ഭക്തന്മാരുടെ യോഗക്ഷേമം ഞാൻ തന്നെ ചെയ്യുന്നു. ഇതാണ് ഈ ശ്ലോകത്തിന്റെ ഹൃദയം. കൃഷ്ണനെ ആശ്രയിക്കുന്നവർ ഒരിക്കലും ഏകാകികളാകില്ല എന്നാണ് അതിന്റെ അർത്ഥം. അതായത് മനസ്സിൽ കൃഷ്ണനാമം മുഴങ്ങുമ്പോൾ ഭയം കാറ്റായി അകന്നു പോകും. കണ്ണീരിൽ പോലും കൃഷ്ണൻ തെളിയും. നിശബ്ദതയിൽ പോലും നിങ്ങളോട് കൃഷ്ണൻ സംസാരിക്കും. നിങ്ങളുടെ ഹൃദയം ശുദ്ധമായാൽ കൃഷ്ണൻ അതിൽ വാസമിരിക്കും. മനസ്സ് തളരുമ്പോൾ, ജീവിതം ഭാരമായി തോന്നുമ്പോൾ, പ്രതിദിവസം പ്രഭാതത്തിൽ സന്ധ്യാസമയത്ത് ഈ ശ്ലോകം ഒന്ന് ചൊല്ലുക. മനസ്സിന്റെ ശാന്തി, ആത്മവിശ്വാസം, ദൈവ സാന്നിധ്യം ഇവയൊക്കെ വ്യക്തമായി പ്രത്യക്ഷത്തിൽ നിങ്ങൾക്ക് അനുഭവപ്പെടും. ഹേ കൃഷ്ണ, എൻ്റെ മനസ്സിനെ നീ കൈപിടിച്ച് നടത്തേണമേ. എൻ്റെ ഭയം നീ നീക്കിത്തരണമേ. എൻ്റെ അഹങ്കാരം നീ നീക്കണമേ. നിന്റെ പാദസേവ ചെയ്യാൻ എന്നെ നിലനിർത്തണമേ. ഹരേ കൃഷ്ണ, ഹരേ കൃഷ്ണ, ഹരേ കൃഷ്ണ. ഈ ദിവ്യ ശ്ലോകം നിങ്ങൾക്ക് ആത്മശാന്തി നൽകിയെങ്കിൽ ഋഷിപ്രോക്തം ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കാതിരിക്കുക. വീഡിയോ ഇഷ്ടപ്പെട്ടുവെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്യാൻ മറക്കാതിരിക്കുക. നോട്ടിഫിക്കേഷൻ ബെൽ ബട്ടൺ ഒന്ന് ഓൺ ചെയ്തു വെക്കുക. നിങ്ങളുടെ അഭിപ്രായം കമൻ്റായിട്ട് അറിയിക്കുക. ഇനിയും ഇതുപോലുള്ള നല്ല നല്ല മന്ത്രങ്ങളുമായി വീണ്ടും നമുക്ക് കാണാം. നന്ദി, നമസ്കാരം, ശുഭദിനം.